ഡോക്ടർ ഈശ്വരൻ, അങ്ങ് ദീർഘകാലം ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വിരമിച്ച ആളാണ്. അങ്ങയുടെ അനുഭവം എന്താണ്? ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഈ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ മേഖലയിൽ നടത്തിയിട്ടുള്ളത്? ഇത് ഒന്നാമത് ഇതൊരു കൂട്ടുത്തരവാദിത്വത്തോട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതായത് ഗ്രാമതലം മുതൽ സംസ്ഥാന തലം വരെ കൂട്ടുത്തരവാദിത്തത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അത് മാത്രവുമല്ല, വനത്തിനുള്ളിലെ സംരക്ഷണ പ്രവർത്തനങ്ങളും വനാതിർത്തിയിലെ സംരക്ഷണ പ്രവർത്തനവും ഒക്കെ തന്നെ വളരെ കാലമായിട്ട് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഒക്കെ തന്നെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടാണ് ചെയ്യുന്നത്. വനസംരക്ഷണ സമിതികളും എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളും ഒക്കെ കൂടാണ് ചെയ്യുന്നത്. അവിടുത്തെ സാധാരണ ആൾക്കാരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ വെള്ളം എത്തിക്കുകയും ഭക്ഷണം എത്തിക്കുകയും ചെയ്യുന്നത് നമുക്കൊരു വേനൽക്കാലത്തെ ഒരു പ്രശ്നമാണ്. വേനൽക്കാലം നമ്മുടെ സാങ്കേതികമായിട്ട് വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചൂട് പെട്ടെന്ന് കൂടുന്നുണ്ടെങ്കിൽ കൂടി അപ്പൊ വേനൽക്കാലം തുടങ്ങുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ഇതോടെ വരുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ട് നടത്തേണ്ട സമയത്തിലേക്ക് നമ്മൾ അടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ചൂട് വളരെ പെട്ടെന്ന് കൂടുന്നത് കൊണ്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉപരിയായിട്ട് ചൂട് കൂടുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ മോണിറ്ററിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഈ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും ജനജാഗ്രതാ സമിതികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു അതിലേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനം കുറെ കൂടി ഇതിനകത്ത് കാര്യക്ഷമമാക്കി, ഞാൻ പറഞ്ഞല്ലോ, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, ജനങ്ങളിലേക്ക് ഏർലി മോർണിംഗ് സിസ്റ്റം ഉൾപ്പെടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് സമയബന്ധിതമായി എത്തിക്കുന്നതിനൊക്കെ ഉള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സന്നാഹത്തിൽ കൂടി മാത്രമാണ് ഇത്തരം എന്താണ് പറയുക അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ ആന എവിടെ ഉണ്ട് എന്നൊരു അറിയിപ്പ് അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അത് ഏത് തരത്തിൽ അത് പറഞ്ഞല്ലോ, അതിപ്പം ആന എവിടെ ഇറങ്ങുന്നത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകളുടെ ഒരു പ്രവർത്തനം കൂടി വന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. കാരണം ഈ രണ്ട് പ്രദേശവും ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ കാടിനോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. നൂൽപ്പുഴ ആയാലും പെരുവന്താനമായാലും ഒക്കെ തന്നെ ശബരിമലക്കാടിന്റെ ഭാഗമാണത്. ആ കാട് പിടിച്ച് കിടക്കുന്ന എസ്റ്റേറ്റുകളാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമുക്കറിയാം അത്തരം പ്രദേശങ്ങളിലാണ് ഈ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. കടുവ ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണം വരുന്നത് അത്തരം പ്രദേശങ്ങളിലാണ്. അപ്പൊ ആ പ്രാദേശിക കൂട്ടായ്മകൾ കുറെ കൂടി ശക്തമാക്കുകയാണെങ്കിൽ ഈ ഇതിനകത്തൊരു പൈസ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്തുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് മാത്രം ചെയ്താൽ ഒരിക്കലും ശരിയാവുന്ന ഒരു കാര്യമല്ല ഇത്. നമുക്കറിയാം, നമ്മളിപ്പോ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കൂടാണ് കടന്നു പോകുന്നത്. ആ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് പ്രാദേശിക ജനങ്ങൾ കൂടി ഉൾക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക എന്താ പറയാ അതിന്റെ ഒരു സ്രോതസ് ഒരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും ചിലപ്പോൾ സമയത്തിന് കിട്ടിയെന്നിരിക്കില്ല, പക്ഷെ എങ്കിൽ കൂടി കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. അല്പം ഡിലേ ആയിട്ടാണെങ്കിലും പേയ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ ആ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് കുറെ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചർച്ച വേണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.